വിധവതൻ ചില്ലിക്കാശിൻ വിലയറിയാത്തവരെ, വെളുത്ത മുണ്ടീനു തടുക്കിടുന്നവരെ. എല്ലാം കാണുന്നൊരു ദൈവം നമുക്കുണ്ട് എന്ന ചിന്ത എപ്പോഴും നല്ലതാണ്. കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്നും ദൈവം എല്ലാം ശ്രദ്ധയോടെ നോക്കുന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെയൊക്കെ ജീവിതം ശ്രദ്ധയുണ്ടാകുമെന്ന് തോന്നുന്നു. ഇത് സുവിശേഷം അങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഓർപ്പിക്കുന്ന വചനഭാഗമാണ്. വിധവയായ സ്ത്രീ 2 ചെമ്പ് നാണയം അവൾ ദേവാലയത്തിൽ നിക്ഷേപിക്കുമ്പോൾ അതിനെ പുകഴ്ത്തി പറയുന്ന ഒരു ക്രിസ്തുനാഥൻ. ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്ന തന്നെ അക്കാലത്ത് യേശു കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ കണ്ണുകളുയർത്തി നോക്കുമ്പോൾ കുറേ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നു. അതേപോലെ ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് നാണയങ്ങൾ ആ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയായിടുന്നു. കണ്ണുകളുയർത്തി നോക്കാൻ ഒരു ദൈവം നമുക്കുണ്ട് എന്ന ഒരു ഓർമ്മ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം എന്തായിരിക്കും കണ്ണുകളുയർത്തി നോക്കുന്നത്? ഇൻറ്റൻഷനാണ്. തിയോളജി പഠിച്ച അവസരത്തിൽ, കൺഫഷൻ പഠിച്ച അവസരത്തിൽ പ്രത്യേകം പഠിപ്പിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരു കാര്യം പാപമാകുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻറ്റൻഷനാണ്. എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് അയാൾ ആ പ്രവൃത്തി ചെയ്തത്, അതിൻ്റെ സാധ്യത വെച്ചിട്ടാണ് അത് പാപമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഒരാളുടെ പൂർണ്ണ അറിവോ സമ്മതമോ ഇല്ലെങ്കിൽ അത് പാപമല്ല. പക്ഷേ പൂർണ്ണ അറിവും സമ്മതത്തോടെ അയാളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് വിലയിരുത്തിയാണ് അത് പാപമാണോ എന്ന് പുരോഹിതൻ വിലയിരുത്തേണ്ടത്. പ്രിയമുള്ളവരെയും, ഇതാണ് ക്രിസ്തുവിൻ്റെ കണ്ണുകൾ. ഓരോരുത്തരുടെയും ഉള്ളറിയുന്നൊരു ദൈവം. ഇങ്ങനെ ഓരോ മനുഷ്യരുടെയും ഉള്ളറിയുന്നൊരു ദൈവമുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ പ്രവൃത്തികളെ അവൻ വിലയിരുത്തും. എന്നിട്ട് നാം എന്ത് ചെയ്യുന്നതെന്ന് തീരുമാനിക്കും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഓരോ നിമിഷവും ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ ഉള്ളറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് നാം അത് ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. കാപട്യങ്ങൾ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കപടത ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കപടതയും കാപട്യവും നിറഞ്ഞ ഈ ലോകത്ത് ഏറ്റവും നന്മയോടെ, വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കപടത നിറഞ്ഞതുകൊണ്ടാണ് അത്തിമരത്തേക്ക് ക്രിസ്തുനാഥൻ ശപിക്കുന്നത്. ക്രിസ്തുനാഥൻ നടന്നു പോകുമ്പോൾ അത്തിമരത്തെ കാണുമ്പോൾ അത് ഫലം നൽകിയതുപോലെ നിൽക്കുന്നുവെന്ന കപടതയാണ് അവൻ ശപിക്കുന്നത്. ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപം കപടതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളുടെ ഓരോ പ്രവൃത്തികളും ദൈവം ഇൻറ്റൻഷൻ വിലയിരുത്തും. ആ ഇൻറ്റൻഷനെ വെച്ചാണ് അവൻ നമ്മളെ നോക്കിക്കാണുന്നത്. പ്രിയമുള്ളവരെ, ഓരോ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുമ്പോഴും, ഓരോ മനുഷ്യരോട് നാം ഇടപഴകുമ്പോഴും, നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിൽ നമ്മളായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇൻറ്റൻഷൻ ഒന്ന് ഓർക്കണം. വെറുതെ പള്ളിയിൽ കയറുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? നമ്മുടെ ഭവനങ്ങളിൽ കയറുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? നമ്മളൊക്കെ മനുഷ്യരോട് ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? ദൂരെ നിന്ന് വെറുതെ കണ്ണുകളെടുത്ത് നോക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെ ദൂരെ നിന്ന് എല്ലാം കാണുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നൈർമല്യതയോടെ ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിധവതൻ ചില്ലിക്കാശിൻ വിലയറിയാത്തവരെ, വെളുത്ത മുണ്ടീനു തടുക്കിടുന്നവരെ, പതിവായി നിങ്ങളുടെ പടിവാതിൽ മുട്ടി ഞാനും പകരമായി നിങ്ങൾ വാതിൽ വലിച്ചടച്ചു. വിധവതൻ ചില്ലിക്കാശിൻ വിലയറിയാത്തവരെ, വെളുത്ത മുണ്ടീനു തടുക്കിടുന്നവരെ, പതിവായി നിങ്ങളുടെ പടിവാതിൽ മുട്ടി ഞാനും പകരമായി നിങ്ങൾ വാതിൽ വലിച്ചടച്ചു. വിശന്നവനായി ഞാൻ കേണാൽ അറിയില്ല സ്വരം നിങ്ങൾ, അതിദാഹമോടിരന്നാൽ ജലം തരില്ല. വിശന്നവനായി ഞാൻ കേണാൽ അറിയില്ല സ്വരം നിങ്ങൾ,
അതിദാഹമോടിരന്നാൽ ജലം തരില്ല. അതുപോലെ ഞാനും എൻ്റെ ചെവി നിങ്ങൾക്കായടച്ചു. ചപല ജൽപ്പനാർത്ഥന ശ്രവിക്കില്ല ഞാൻ. അതുപോലെ ഞാനും എൻ്റെ ചെവി നിങ്ങൾക്കായടച്ചു. ചപല ജൽപ്പനാർത്ഥന ശ്രവിക്കില്ല ഞാൻ. വിധവതൻ ചില്ലിക്കാശിൻ വിലയറിയാത്തവരെ, വെളുത്ത മുണ്ടിനു തടുക്കിടുന്നവരെ, മനസ്സരോട് കഠിനനാണു ഞാൻ സത്യം. പരമദയാലു ഞാനാ ദയാലുവോട്. കഠിന മനസ്സരോട് കഠിനനാണു ഞാൻ സത്യം. പരമദയാലു ഞാനാ ദയാലുവോട്. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ അയൽക്കാരനെ സ്നേഹിക്കാൻ, അതു കഴിയാത്തോരെന്നോടിരന്നിടേണ്ട. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ അയൽക്കാരനെ സ്നേഹിക്കാൻ, അതു കഴിയാത്തോരെന്നോടിരന്നിടേണ്ട. വിധവതൻ ചില്ലിക്കാശിൻ വിലയറിയാത്തവരെ, വെളുത്ത മുണ്ടിനു തടുക്കിടുന്നവരെ, പതിവായി നിങ്ങളുടെ പടിവാതിൽ മുട്ടി ഞാനും പകരമായി നിങ്ങൾ വാതിൽ വലിച്ചടച്ചു. വിധവതൻ ചില്ലിക്കാശിൻ വിലയറിയാത്തവരെ, വെളുത്ത മുണ്ടിനു തടുക്കിടുന്നവരെ, പതിവായി നിങ്ങളുടെ പടിവാതിൽ മുട്ടി ഞാനും പകരമായി നിങ്ങൾ വാതിൽ വലിച്ചടച്ചു.